എല്ലാം മാധ്യമ ഗൂഢാലോചന. സ്വയം തുറന്ന് സമ്മതിക്കേണ്ടി വന്ന പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ ഇ.പി. ജയരാജന്റെ പ്രതികരണമായിരുന്നു ഇത്. മാതൃഭൂമി ചാനലിനെ പ്രതികരണം നൽകുന്നതിൽ നിന്നും ഒഴിവാക്കി. പാർട്ടിയെ മാത്രമല്ല മുന്നണിയെ ആകെ പ്രതിരോധത്തിൽ നിർത്തിയ വിവാദത്തിൽ ജയരാജന്റെ ന്യായീകരണം ഇങ്ങനെ: പിന്നെ നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഒരുപാട് ശരി ചെയ്യുമ്പോൾ കുറച്ച് തെറ്റൊക്കെ പറ്റിയേക്കാം. ആ തെറ്റ് മനസ്സിലാക്കിയാൽ അത് തിരുത്തി പോകുക എന്നുള്ളതാണ് മനുഷ്യർ ചെയ്യുന്ന കാര്യം. അതാണ് ഞാനും ചെയ്യുന്നത്. മുഖ്യമന്ത്രി പോലും പരസ്യമായി ശാസിച്ച വിഷയത്തിൽ പഴി മാധ്യമങ്ങൾക്ക്. എങ്ങനെയാണ് ഇങ്ങനൊരു വാർത്ത കൊടുക്കാൻ ഈ മാധ്യമങ്ങൾക്ക് ധൈര്യം കിട്ടിയത്? ഒരു മാധ്യമം എന്ന് പറയുന്നതിൻ്റെ ഏതെങ്കിലും ഒരു പ്രാഥമികമായ ധർമ്മം നിർവഹിച്ചോ? എന്തെങ്കിലും ഒരു അന്വേഷണം, ഒരു പരിശോധന നടത്തിയോ? അന്ന് തന്നെ അന്ന് ഈ വന്നുപോയി. ഇത് ഇപ്പോഴും ഇലക്ഷൻ്റെ തലേ ദിവസം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ആസൂത്രിതമായിട്ടായിരുന്നു. മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തിയാണ് തനിക്കെതിരായ ആരോപണങ്ങളെ ഇ.പി. നേരിടുന്നത്. അതിനായി ഉയർത്തുന്നതാകട്ടെ വിചിത്രവാദങ്ങളും. രാഷ്ട്രീയക്കാരായിട്ടില്ല സുധാകരനും അതുപോലെ തന്നെ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ആസൂത്രിതമാണ് ഈ പരിപാടി. അതിൽ അനാവശ്യമായിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെയൊക്കെ പേരൊക്കെ വലിച്ചെടുക്കുക. എല്ലാം മാധ്യമ ഗൂഢാലോചന. മാധ്യമങ്ങളെ പഴിചാരി വിവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇ.പി. ജയരാജൻ ശ്രമിച്ചത്. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.